ഞങ്ങളുടെ സ്കോട്ട്ലൻഡിലെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഇൻവെർനസ് എന്ന സ്ഥലത്തേക്കാണ് യാത്ര തിരിച്ചത്. രാവിലെ ഏകദേശം 9:30 ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലായ ഹോളിഡേ ഇന്നിൽ നിന്നും ഞങ്ങളുടെ ട്രൂപ്പ് ഇൻവെർനസിലേക്ക് ഞങ്ങൾ കാർ മാർഗം യാത്ര തിരിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇൻവെർനസിലേക്ക് പോകുന്നതായിട്ടുള്ള റോഡിലുള്ളതായിട്ടുള്ള ചില കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഇരുവശത്തും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങളെ എതിരേറ്റുകൊണ്ടിരുന്നത്. കൂടുതലും കൃഷി സ്ഥലങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ത് കൃഷിയാണ് അവിടെ നടക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഗോതമ്പ് അല്ലെങ്കിൽ ബാർലി അങ്ങനെയുള്ള ചില വിളകളായിരിക്കുമെന്ന് കരുതുന്നു. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ, കാലാവസ്ഥയും വളരെ നല്ല ഒരു ബ്രൈറ്റായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. നല്ല സൂര്യപ്രകാശവും അത്യാവശ്യം നല്ല ചൂടും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റിയ നല്ല സുഖകരമായിട്ടുള്ള കാലാവസ്ഥ. ഞങ്ങൾ ആ വെതറൊക്കെയും എൻജോയ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഇൻവെർനസിലേക്ക് എഡിൻബർഗിൽ നിന്നും 150 മൈൽ ദൂരമാണുള്ളത്. ഏകദേശം ഒരു 3 മണിക്കൂറോളം കാറിന് എടുക്കും അത് പൂർത്തിയാക്കുവാനായിട്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു.
എനിക്ക് ശരിക്കും ഡ്രൈവ് ചെയ്ത സമയത്ത് തോന്നിയ ഒരു കാര്യം, യു കെയിലെ മോട്ടോർ വേയിൽ ഡ്രൈവ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കൺട്രി സൈഡ് റോഡ് ആണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സ്കോട്ട്ലൻഡ് പോലെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നതായിട്ടുള്ള സമയത്ത്. പ്രത്യേകിച്ച് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മോട്ടോർ വേയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറക്കം വരുവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. കാരണം റോഡിങ്ങനെ നീണ്ടു നിവർന്ന് വിശാലമായിട്ട് കിടക്കുന്നു. അതുകൊണ്ട് ചിലപ്പം ഉറക്കത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ രാത്രിയിലായിരുന്നു ഞങ്ങളുടെ താമസ സ്ഥലമായ ഷെഫീൽഡിൽ നിന്നും എഡിൻബർഗിലേക്ക് യാത്ര തിരിച്ചത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ കൺട്രി സൈഡ് റോഡിലേക്ക് മാറി യാത്ര തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എഡിൻബർഗിൽ എത്തിയതിന് ശേഷവും തുടർന്നുള്ളതായിട്ടുള്ള യാത്രകളെ കൂടുതലും ഞാൻ ഡിപ്പെൻഡ് ചെയ്തത് കൺട്രി സൈഡ് റോഡായിരുന്നു. എനിക്ക് വളരെ കംഫർട്ടബിളായിട്ടാണ് തോന്നിയത്. യാത്ര നല്ല സുഖകരമായിട്ട് തോന്നി. റോഡ് വലിയ വീതിയൊന്നുമില്ല, ചെറിയ വീതി കുറഞ്ഞ റോഡായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. മാക്സിമം സ്പീഡ് 60 മൈലാണ്. ചിലയിടങ്ങളിൽ 30ഉം 40ഉം ഒക്കെ ചില സ്ഥലങ്ങളിൽ, പ്രത്യേക സ്ഥലങ്ങളിൽ അവർ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും റോഡാണെങ്കിലും വളരെ നല്ല റോഡും, മൊത്തത്തിൽ യാത്ര വളരെ സുഖകരമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. റോഡിന് ഇരുവശവുമുള്ളതായിട്ടുള്ള കാഴ്ചകൾ നയന മനോഹരമായിരുന്നു. കൂടുതലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളും മറ്റുമായിരുന്നു. റോഡാണെങ്കിലും വളരെ നല്ല കണ്ടീഷനിലുള്ളതായിട്ടുള്ള റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര വളരെ കംഫർട്ടബിളായിട്ട് തോന്നി. ഞങ്ങൾ മൊത്തം സ്കോട്ട്ലാൻഡിൽ 3 ദിവസമാണ് സ്പെൻഡ് ചെയ്തിരുന്നത്. അതിൽ ഇത് 2ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഇൻവെർനസിലേക്ക് യാത്ര പോയത്. ഇൻവെർനസിൽ എത്തിയതിന് ശേഷവും അതുപോലെ തന്നെ 3ാമത്തെ ദിവസം ഞങ്ങൾ ചില സ്പോട്ടുകളൊക്കെയും വിസിറ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെയൊക്കെയും വീഡിയോ ഇതിന് ശേഷം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ ഇതുപോലെ തന്നെയുള്ള പുതിയ കണ്ടൻറ്റുകളുമായിട്ട്, ട്രാവൽ കണ്ടൻറ്റുകളുമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.